നമ്പർ 2, ഇതിലേറ്റവും നിർണായകമായ ചോദ്യം ആ മൊബൈൽ ഫോൺ എവിടെ എന്നുള്ളതാണ്, ആ മെമ്മറി കാർഡ് എവിടെ എന്നുള്ളതാണ്. ഈ കേസിലെ ഏറ്റവും നിർണായകമായ വിവരത്തിലേക്ക് കൂടി നമ്മൾ എത്തുകയാണ്. റോഷിപാൽ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് എത്തേണ്ട സമയമായിരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 2, ആദ്യത്തെ ചോദ്യം, ഈ കേസിൽ ദിലീപിന്റെ റോൾ എന്താണ്? അതിന്റെ ഉത്തരം 1.5 കോടി രൂപയുടെ കൊട്ടേഷൻ. രണ്ടാമത്തെ ചോദ്യം, ഈ കേസിൽ ഏറ്റവും നിർണായകമായ മൊബൈൽ ഫോൺ, ഈ കേസിൽ ഏറ്റവും നിർണായകമായ നടി ആക്രമിച്ച കേസിൽ ആ നിമിഷങ്ങളിൽ പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന മെമ്മറി കാർഡ്, ഒറിജിനൽ മെമ്മറി കാർഡ്, അതെവിടെയാണ് എന്ന ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം എന്താണ് പൾസർ സുനി നമ്മളോട് പറഞ്ഞത്? റോഷി, നമുക്ക് അതിലേക്ക് എത്താം, നമുക്ക് ആ വീഡിയോയിലേക്ക് എത്താം. അതിനു മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞോളൂ, എന്താണ് പൾസർ സുനി തൻ്റെ ആ മൊബൈൽ ഫോൺ ഗോശ്രീ പാലത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞുവെന്ന് പോലീസിനോട് കള്ളം പറഞ്ഞ പൾസർ സുനി എന്താണ് പറഞ്ഞത്? ഇപ്പോഴും ആ മൊബൈൽ ഫോണും ആ മെമ്മറി കാർഡും രഹസ്യ കേന്ദ്രങ്ങളിലുണ്ട് എന്നാണ്. ഡോക്ടർ അരുൺകുമാർ, നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറേണ്ടതാണ് ഈ ദൃശ്യങ്ങൾ, ഈ ക്രൂരമായ പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ. രണ്ടാമത്തേത് ആ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ്. ഇത് രണ്ടുമാണ് പോലീസിന് ഇതുവരെ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിയാതിരുന്നത്. പോലീസിന് ലഭിച്ചത് ഈ മെമ്മറി കാർഡിലെ പീഡന ദൃശ്യങ്ങളുടെ പകർപ്പ് മാത്രമായിരുന്നു. അത് അഭിഭാഷകൻ വഴിയാണ് കോടതി വഴിയാണ് പോലീസിന് ലഭിക്കുകയും ചെയ്തത്. അത് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുകയായിരുന്നു. പക്ഷേ മൊബൈൽ ഫോൺ കൂടി കണ്ടെത്തിയിരുന്നെങ്കിൽ, അതിൻ്റെ യഥാർത്ഥ മെമ്മറി കാർഡ് കൂടി കണ്ടെത്തിയിരുന്നെങ്കിൽ അത് ശക്തമായ തെളിവ് മാത്രമല്ല, കൂടുതൽ കുരുക്കാകും. ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ, അതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരൊക്കെ കൂടുതൽ കുരുക്കിലാകുന്ന തരത്തിലുള്ള ഒരു സുപ്രധാന തെളിവായി അത് മാറ്റാമായിരുന്നു. പക്ഷേ അത് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ആ ഫോണുകൾ ഇപ്പോഴും സുരക്ഷിതമാണെന്ന പൾസർ സുനിയുടെ വാക്കുകളിലൂടെ വ്യക്തമാണ്. ആ കാര്യം കൃത്യമായി ഇനി പുറത്തു വരുന്ന ആ വീഡിയോയിലുണ്ട്. അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഫോൺ എവിടെയാണ് എന്നല്ല, അത് എവിടെയാണെന്ന് പൾസർ സുനിക്കറിയാം. ആ മെമ്മറി കാർഡ് അത് എവിടെയാണെന്ന് പൾസർ സുനിക്കറിയാം. ഒന്നിൽ കൂടുതൽ പകർപ്പുകൾ ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടേത് എടുക്കപ്പെട്ടിട്ടുണ്ട്. അത് ദൃശ്യങ്ങൾ പോലീസിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അത് പകർത്തപ്പെട്ടു എന്നത് വ്യക്തമാണ്. അത് പോലീസിന് അന്വേഷണത്തിൽ കണ്ടെത്തി അത് സമ്മതിക്കുന്നുമുണ്ട് പൾസർ സുനി. നേരത്തെ പോലീസ് അന്വേഷണത്തിലെ ചില ഭാഗങ്ങൾ പുറത്തു വന്നു, അതൊക്കെ യഥാർത്ഥമാണ് എന്ന് പൾസർ സുനി ഉറപ്പിക്കുകയാണ്. കാരണം കുറ്റകൃത്യം നിർവഹിച്ചത് 2017 ഫെബ്രുവരി 17 രാത്രിയോടെയാണ്. ഏതാണ്ട് 2 മണിക്കൂർ സമയമാണ് ഓടുന്ന വാഹനത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുവനടി ക്രൂരമായ പീഡനത്തിനിരയാകുന്നത്. ഒന്നിൽ കൂടുതൽ പേർ ആ വാഹനത്തിലുണ്ടായിരുന്നു. അവിടെ ക്രൂരമായ പീഡനം അറിയുന്നത് പിന്നീട് ഒരു ചില നിർണായകമായ ഇടപെടൽ കൊണ്ടാണ്. എവിടെയാണ് ആ വിവരങ്ങൾ പുറത്തു വരാൻ കാരണമെന്ന് കൃത്യമായി പൾസർ സുനി പറയുന്നുണ്ട്. ഏതായാലും ഇനി വരുന്ന ആ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ഇതൊക്കെയുണ്ട്. എങ്ങനെ വിവരങ്ങൾ പുറത്തു വന്നു, ആ വിവരങ്ങൾ പുറത്തു വരാൻ കാരണമായത്, അത് പോലീസിലേക്ക് വിവരങ്ങൾ എത്താനുണ്ടായ കാരണമടക്കം പൾസർ സുനി വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയാതെ വയ്യ, ഒരു തുടരന്വേഷണത്തിലുള്ള എല്ലാ സാധ്യതകളുമുള്ള വെളിപ്പെടുത്തൽ തന്നെയാണ് അരുൺകുമാർ പൾസർ സുനി നടത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത ആ ഫോൺ അതെവിടെയാണെന്ന് പൾസർ സുനിക്കറിയാം. അത് പറയേണ്ട ഉത്തരവാദിത്വം ഈ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിക്കുണ്ട്. കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനുമുണ്ട്. റോഷിപാൽ, ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ, പിന്നീട് അതിലെ മെമ്മറി കാർഡ് പലതവണ #വാല്യൂ മാറിക്കിടന്നത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നതും റിപ്പോർട്ടർ TV ആണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിലില്ലാത്ത വിധം ആ മെമ്മറി കാർഡ് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയ്ക്ക് തന്നെ ചോദ്യമേൽപ്പിക്കുന്ന വിധം ആ മെമ്മറി കാർഡ് തുറക്കപ്പെടുകയും അതിലെ ദൃശ്യങ്ങൾ പലരും കാണുകയും ചെയ്തു എന്നുള്ള വിവരം നമ്മളാണ് പുറത്തു കൊണ്ടുവന്നത്. ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, അതിൻ്റെ ശബ്ദ സംഭാഷണത്തിലേക്ക് നമ്മൾ അല്പസമയത്തിനുള്ളിൽ കടക്കും. ഈ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് പൾസർ സുനി തന്നെ സമ്മതിക്കുകയല്ലേ റോഷി? അരുൺകുമാർ, ഇത് 2022 മെമ്മറി കാർഡിൽ ഈ പീഡന ദൃശ്യങ്ങൾ ചോർന്നു എന്ന സൂചന റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്വേഷണമൊക്കെ നടന്നു. പക്ഷേ അത് കോടതി വഴി ആ ദൃശ്യങ്ങൾ കോടതിയിൽ കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡിൽ നിന്നും ദൃശ്യങ്ങൾ പുറത്തേക്ക് പോയി എന്ന സൂചനകളായിരുന്നു അന്ന് നമ്മൾ പുറത്തുവിട്ട വാർത്തയിലുണ്ടായിരുന്നത്. പിന്നീട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയപ്പോൾ കൃത്യമായ അതിൻ്റെ #വാല്യൂ, ഈ മെമ്മറി കാർഡിൻ്റെ #വാല്യൂ മാറിയതടക്കമുള്ള ശാസ്ത്രീയ പരിശോധനയിലൂടെ അതൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും നമ്മൾ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നത്. ഈ മെമ്മറി കാർഡ് ആദ്യ കോടതിയായ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തുമ്പോൾ തന്നെ ഈ മെമ്മറി കാർഡിലെ
ദൃശ്യങ്ങൾ മറ്റൊരു USB-യിൽ ഒരു പെൻഡ്രൈവിൽ അത് നൽകിയിരുന്നു. അത് നൽകിയത് കോടതിയുടെ നടപടിക്രമങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡിന് ഒപ്പം നൽകിയ USB മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ആ പെൻഡ്രൈവിലെ ദൃശ്യങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഈ മെമ്മറി കാർഡ് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവാണ്. അത് ഉപയോഗിച്ചാൽ, അത് തുറന്നു പരിശോധിച്ചാൽ അതിൻ്റെ ഹാഷ് വാല്യൂ മാറും. ഹാഷ് വാല്യൂ മാറിക്കഴിഞ്ഞാൽ അത് തെളിവിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത് സയൻറ്റിഫിക് ടീമിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഓപ്പൺ കോടതിയിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൻ്റെ കൃത്യമായ നിയമം. പക്ഷേ ആ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ആയിരുന്ന ആ ന്യായാധിപൻ തന്നെ വീട്ടിലേക്ക് സ്വകാര്യ കസ്റ്റഡിയിൽ ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി കൈവശം വെച്ചുവെന്ന കൃത്യമായ അന്വേഷണ റിപ്പോർട്ടിൻ്റെ വിവരങ്ങളടക്കം നമ്മൾ പുറത്തു കൊണ്ടു. പിന്നീട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെത്തിയപ്പോൾ അവിടെയും ജഡ്ജ് 1 വർഷക്കാലമാണ് ഈ നടിയാക്രമിച്ച കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പീഡന ദൃശ്യങ്ങൾ കയ്യിൽ കരുതിയത്, ആ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി വീട്ടിൽ കൊണ്ടുപോയത്. പിന്നീട് വിചാരണ കോടതിയിൽ വെച്ച ഈ കോടതി നടപടിക്രമങ്ങൾ നടക്കാതിരുന്ന സമയത്ത് പോലും ഒരു മൊബൈൽ ഫോണിൽ വിവോ മൊബൈൽ ഫോണിൽ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി അത് ഇൻസേർട്ട് ചെയ്തു. അതിലെ ദൃശ്യങ്ങൾ കണ്ടു. ഏതാണ്ട് 3/4 മണിക്കൂറോളം അത് നെറ്റ്വർക്കുള്ള പ്രധാനപ്പെട്ട സാമൂഹ്യ മാധ്യമങ്ങൾ അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ഒരു വിവോ മൊബൈൽ ഫോണിൽ അത് ഉപയോഗിച്ചു. അതിൽ കോടതി ജീവനക്കാരുടെ പങ്കാളിത്തം, അത് ആരുടെ മൊബൈൽ ഫോണാണെന്ന് കൃത്യമായി കണ്ടെത്തിയിരുന്നു. ഇതിൽ കോടതി ജീവനക്കാർ, ന്യായാധിപന്മാർ പോലും അറിഞ്ഞോ അറിയാതെയോ ഈ ദൃശ്യങ്ങൾ നിയമവിരുദ്ധമായി സ്വകാര്യ കസ്റ്റഡിയിൽ വെക്കുകയും അത് നിയമവിരുദ്ധമായി തുറന്ന് പരിശോധിക്കുകയും ചെയ്തു എന്ന വാർത്ത ആദ്യം പുറത്തുവിട്ടതും റിപ്പോർട്ടറാണ്. അപ്പോൾ റോഷി, നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ദൃശ്യത്തിലേക്കും ശബ്ദത്തിലേക്കും പോകാം. അതിനു മുൻപ് ഈ കേസിൽ 8ാമത്തെ പ്രതിയാണ് ദിലീപ്. 8ാമത്തെ പ്രതിയായി ദിലീപ് പൾസർ സുനിയുടെ എല്ലാ മൊഴികളും നിഷേധിക്കുന്നുവെന്ന് മാത്രമല്ല, പൾസർ സുനി തന്നെ ദിലീപിന് അനുകൂലമായിട്ട് കോടതിയിൽ മൊഴി നൽകുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് നൽകുന്നത്. ഒരു പക്ഷേ പൾസർ സുനിയോ ദിലീപിൻ്റെ അഭിഭാഷകരോ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഈ മാധ്യമത്തിലൂടെ ഇത്തരമൊരു വെളിപ്പെടുത്തൽ വരും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. പോലീസിന് പുറത്ത്, പോലീസിൻ്റെ അന്വേഷണ ഏജൻസിക്ക് പുറത്ത് അതിനാകട്ടെ കോടതിയിൽ വലിയ തെളിവ് മൂല്യമില്ല എന്നതെല്ലാവർക്കും അറിയാം. പോലീസിന്റെ മൊഴിക്കും അപ്പുറത്തേക്ക് പൾസർ സുനി നടത്തുന്ന ആദ്യത്തെ വെളിപ്പെടുത്തലും കുറ്റസമ്മതവുമല്ലേ റോഷീദ്? ഡോക്ടർ അരുൺകുമാർ, ഒരു സംശയവുമില്ല, ഒരു മാധ്യമത്തോട് അല്ലെങ്കിൽ പോലീസിൻ്റെയോ കോടതിക്കോ പുറത്ത് ഇങ്ങനെ വെളിപ്പെടുത്തൽ പൾസർ സുനി നടത്തുന്നത് ആദ്യമാണ്. ഒന്ന്, പൾസർ സുനി എന്ന ഈ കേസിലെ മുഖ്യപ്രതിക്ക് ജാമ്യം നൽകിയത് കടുത്ത വ്യവസ്ഥകളോടെയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല, ആശയവിനിമയം നടത്താൻ പാടില്ല, മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും പറയാൻ പാടില്ല കേസുമായി ബന്ധപ്പെട്ട് എന്ന കർശന വ്യവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൾസർ സുനി ഈ രഹസ്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇതുവരെയും അത് പങ്കുവെക്കാതിരുന്നത്. നിരവധി മാധ്യമങ്ങൾ നമ്മൾ ഉൾപ്പെടെ പലതവണ ശ്രമിച്ചു. ഒടുവിൽ ആണ് നമ്മൾ ക്യാമറയില്ലാതെ അവിടെ എത്തുന്നതും കാര്യങ്ങൾ ആ ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പൾസർ സുനി വെളിപ്പെടുത്തുന്നതും.